പത്തരമാറ്റിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ സത്യം എന്താണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ദേവയാനി വേണുവിനെയും രേവതിയെയും അനന്തപുരിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ഏതായാലും പ്രൊമോയിൽ കാണിക്കുന്നത് വേണുവും രേവതിയും അനന്തപുരിയിലെത്തിയിരിക്കുകയാണ്. എന്നിട്ട് വേണു പറയുന്നുണ്ട്, പരസ്പര വിശ്വാസമാണ് ദാമ്പത്യത്തിൻ്റെ കെട്ടുറപ്പ്. ആ ഒരു വിശ്വാസം തകർന്നു വീണാൽ പിന്നെ ഒരു രക്ഷയുമില്ല. അത് കുടുംബം തന്നെ തകർന്നു പോകാൻ കാരണമാകും. അതിലിടയ്ക്ക് അനാമികയും പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ നിങ്ങളുടെ തീരുമാനം ഇതായിരുന്നു അല്ലേ? എൻ്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നാണം കെടുത്താനായിരുന്നു. അവരെ നാണം കെടുത്തിയ ഈ വീട്ടിൽ ഒരു നിമിഷവും ഞാൻ നിൽക്കുകയില്ല എന്നും പറഞ്ഞ അച്ഛനെയും അമ്മയെയും കൂട്ടി അനാമിക അവിടുന്ന് പോവുകയാണ്. ഏതായാലും എല്ലാ കള്ളത്തരവും വെളിച്ചത്താകുമെന്നായപ്പോൾ 3 പേരും കൂടി നൈസായി എസ്കേപ്പ് ആവുകയാണ്. നയനിക്കും ദേവയാനിക്കുമൊക്കെ അത് മനസ്സിലാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയെയാണ്. അനി സന്തോഷത്തിൽ മറന്നു നിൽക്കുകയാണ്. എന്നിട്ട് കൂട്ടുകാരോട് പറയുന്നുണ്ട്, എടാ, ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ്. അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എടാ, അവൾ എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയതാണെങ്കിൽ ഞാൻ ദിവസവും കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതായിരിക്കും. ഏതായാലും അനിയുടെ സന്തോഷം കണ്ടിട്ട് കൂട്ടുകാർക്കെല്ലാം വളരെ സന്തോഷമാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനി അനാമികയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അനാമിക ഒട്ടും കൂസലില്ലാതെ പറയുകയാണ്, എൻ്റെ വല്യമ്മേ, ഞാനിനി ഏതായാലും അനന്തപുരിയിലേക്ക് വരുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിക്കും ഇത് കേൾക്കുമ്പോൾ സങ്കടമുണ്ടാകും എന്നറിയാം. അനിക്ക് ഏതായാലും എന്നെ വേണ്ടെന്ന് മനസ്സിലായി. പിന്നെ എന്തിനാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്? പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ജാനകിയെയാണ്. ഭയങ്കര ദേഷ്യത്തിലാണ് ജാനകിയുള്ളത്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എല്ലാവരോടുമായിട്ട് പറയുകയാ, അനാമിക മോളെ അനിയിൽ നിന്നും വേർപെടുത്തിയിട്ട് ആ ആൺവേഷം കെട്ടി നടക്കുന്നവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനാ നിങ്ങളുടെ ശ്രമമെങ്കിൽ അത് നടക്കില്ല കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെ പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന ജാനകിയെ കാണിച്ചുകൊണ്ട് പ്രൊമോ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.